നമ്മളൊന്ന് മധുരം നടന്ന് കാണാൻ വേണ്ടി രാത്രി ഇറങ്ങിയതായിട്ടാ. ഇപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ നടക്കുന്നതിന് മുമ്പ് രണ്ടെണ്ണം അടിച്ചിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഷെയർ ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ ഒരു വൈൻ ഷോപ്പ് തപ്പി ഇറങ്ങിയാണേ. നല്ല രസമായിട്ടോ ഒരു നൈറ്റിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മളൊരു വൈൻ ഷോപ്പ് കണ്ട് അവിടെ ചെന്ന് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പോലെ മറ്റേ അരയോ അങ്ങനെ സംഭവമൊന്നും കിട്ടില്ല, ക്വാർട്ടറായിട്ടാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ 2 ക്വാർട്ടർ മേടിച്ച് ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് അടിച്ചിട്ട് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമുക്കൊരു ബിരിയാണി കഴിക്കണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ മധുര സ്പെഷ്യൽ ബിരിയാണി തപ്പിയെടുത്താട്ടോ. അങ്ങനെ ഒരു മട്ടൻ ബിരിയാണിയും ഒരു ചിക്കൻ ബിരിയാണിയും പറഞ്ഞു. പിന്നെ അവിടെ ഒരു മട്ടൻ ബിരിയാണിയുടെ ഒപ്പം ഒരു ഇതുണ്ട്, പേരാണ് കോല ഉരുണ്ട. മട്ടൻ ഫില്ല് ചെയ്ത് തന്നെ ഒരു സാധനമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ ഒരു ചാറും ഉണ്ടായിരുന്നു, അതും ഒഴിച്ച് കഴിച്ച് നല്ല ടേസ്റ്റാണ്. നല്ല പീസൊക്കെ നല്ല സോഫ്റ്റ് പീസാണ് കേട്ടോ. പിന്നെ മട്ടൻ തന്നെ ഒരു ചാറും ഉണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ, അതും കൊള്ളായിരുന്നു. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ അവിടുന്ന് വീണ്ടും സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. കുറേ ദൂരം കൂടി നടന്ന് നമുക്ക് ഇവിടുത്തെ തട്ടുകടയിലെ ഫുഡൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നോക്കാമെന്ന് വെച്ച് അവിടെ ഇറങ്ങിയാണ്. മധുര ഫുള്ള് ഓണാണ് കേട്ടോ, ഫുൾ ടൈം. അങ്ങനെ ഒരു തട്ടുകടയിലെത്തി. അവിടെ ചെന്ന് ആ ഒരു ചേട്ടൻ എന്തോ ഉണ്ടാകുക ചോദിക്കുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ അത് പൊറോട്ട, കൊത്തു പൊറോട്ട എന്ന് പറഞ്ഞത്. അതും പറഞ്ഞ് ഒരു മുട്ട ഓംപ്ലേറ്റും പറഞ്ഞു. അപ്പോൾ മുട്ട കലക്കി ഉണ്ടെന്ന് അവർ പറഞ്ഞു. മുട്ട കലക്കി എന്ന് പറഞ്ഞാൽ ചാറൊക്കെ ഒഴിച്ച് ഉണ്ടാക്കിയൊരു സാധനമാണ്, കൊള്ളായിരുന്നു. അതും കഴിച്ച് വീണ്ടും ഞങ്ങൾ സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയിട്ടാണ്. വീണ്ടും കുറച്ച് നേരം കൂടെയൊക്കെ നടന്ന് നമുക്ക് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ജിഗർദണ്ഡ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. കുറച്ച് ദൂരം നടക്കാണ്ടായിരുന്നു. അപ്പോൾ തന്നെ ജിഗർദണ്ഡയുടെ ഷോപ്പിലെത്തിയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് അവസാനം സാധനം കിട്ടി. സാധനം കഴിച്ചാൽ നല്ല തണുപ്പായിരുന്നു, അതുപോലെ നല്ല മധുരമാണ്. നമ്മൾ ആ പാലട കഴിക്കില്ല നമ്മൾ, ഏതാണ്ട് അതുപോലെ തന്നെ ഇരിക്കും. സാധനം കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ അതും കഴിച്ച് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി ഒരു ഷെയർ ഓട്ടോ വിളിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അടിച്ച കെട്ടൊക്കെ പോയി. ഒരെണ്ണം കൊണ്ട് കഴിക്കാമെന്ന് വെച്ച് ഷെയർ ഓട്ടോ വിളിച്ച് നേരെ വീണ്ടും വൈൻ ഷോപ്പിലേക്ക്. അവിടെ വന്ന് അവിടെ നിന്ന് ഒരു ചെമ്മീൻ റോസ്റ്റും പിന്നെയും ഒരു മുട്ട കലക്കിയൊക്കെ മേടിച്ച് ഒരു 3 ക്വാർട്ടർ മേടിച്ചു. അത് വടിച്ചു നേരെ റൂമിലേക്ക്. ഇന്നത്തെ യാത്ര കഴിഞ്ഞു.